ഇരുമ്പനം ട്രാക്കോ കേബിളിലെ ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് സ്വദേശി ഉണ്ണി എന്ന ജീവനക്കാരനാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. 1 വർഷമായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് ഉണ്ണി വിഷമത്തിലായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വാർത്ത വിശദാംശങ്ങൾ വായിച്ചിരുന്നു. നിതിൻ, നമുക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ്? ആത്മഹത്യാക്കുറിപ്പ് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ? ഈ ശമ്പളം മുടങ്ങിയതിലെ വിഷമം മുന്നോട്ട് ജീവിക്കാനുള്ള പ്രതിസന്ധി ഇത് തന്നെയാണോ ജീവനെടുത്തിരിക്കുന്നത്? സുഹൈൽ, അങ്ങനെ തന്നെയാണ് കാരണമെന്ന് മനസ്സിലാക്കുന്നു. കാരണം കഴിഞ്ഞ ഏതാനും നാളുകളായി വലിയ മനോവിഷമത്തിലായിരുന്നു കോഴിക്കോട് സ്വദേശിയായ ഉണ്ണി. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് കാക്കനാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ട്രാക്കോ കേബിൾസിലെ ജീവനക്കാരനാണ്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ്. കഴിഞ്ഞ 11 മാസക്കാലമായി ഇരുമ്പനം യൂണിറ്റിലെ തൊഴിലാളികൾക്ക് ശമ്പളമില്ല. ഏതാണ്ട് 110ഓളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇരുമ്പനം കൂടാതെ തിരുവല്ല, അതോടൊപ്പം തന്നെ കണ്ണൂരിലെ പിണറായി എന്നിവിടങ്ങളിലാണ് യൂണിറ്റ് ഉള്ളത്. ഇതിൽ തൊഴിലാളികൾ വലിയ വിഷമത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തൊഴിലാളികൾ കടന്നു പോകുന്നുണ്ട്. ഇതിനു മുന്നോടി തന്നെ ഇവിടുത്തെ, അതായത് ഈ ഇരുമ്പനം യൂണിറ്റിലെ ഭൂമി അത് ഇൻഫോ പാർക്കിന് കൈമാറാനുള്ള ധാരണയുണ്ടായിരുന്നു. അതിനു മുൻപ് തന്നെ തൊഴിലാളികൾ ആവശ്യപ്പെട്ടത് ഇവരുടെ വേതനം, അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഒരു ഉറപ്പ് നൽകണമെന്ന ആവശ്യമാണ് ഇവിടുത്തെ തൊഴിലാളികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടത്. അതിനെല്ലാം ഒരു ഉറപ്പ് മാനേജ്മെന്റ് ഭാഗത്തും കഴിഞ്ഞ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ തിരുവല്ലയിൽ ഒരു യൂണിറ്റ് യോഗം നടത്തി. ആ യോഗത്തിന് ശേഷം മാനേജ്മെന്റ് ഈ ജീവനക്കാരോട് അറിയിച്ചത് അത്തരമൊരു പാക്കേജ് ഉണ്ടാകില്ല എന്നാണ്. അതിനെ തുടർന്ന് വലിയ മനോവിഷമത്തിലായിരുന്നു ഉണ്ണി എന്നാണ് ഇവിടുത്തെ സഹപ്രവർത്തകരെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. സഹപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ കഴിഞ്ഞ 11 മാസമായി ശമ്പളമില്ല, അതോടൊപ്പം തന്നെ പാക്കേജിൽ വലിയ വിശ്വാസവും അതോടൊപ്പം തന്നെ ആശ്വാസവും കണ്ടെത്തിയിരുന്നു. പക്ഷേ അതില്ല എന്ന് ഇപ്പോൾ മാനേജ്മെന്റ് അറിയിച്ചത് തുടർന്ന് വലിയ മനോവിഷമത്തിലായിരുന്നു ഉണ്ണി എന്നാണ് ജീവനക്കാർ ഒന്നടങ്കം പറയുന്നത്. ഉണ്ണിയുടെ സഹപ്രവർത്തനാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ണി നിങ്ങളോട് സംസാരിച്ചത്? നല്ലൊരു സുഹൃത്തായിരുന്നു. നല്ലൊരു സുഹൃത്താണ്. ഞാൻ അവനെ ഒന്നിച്ചു വരുന്ന ഒരു മിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ആ ആൾക്കാരിൽ അവന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട് യഥാർത്ഥത്തിൽ ഒരു 2 വർഷത്തോളം ആയി. 2 വർഷത്തിനാല് നമ്മുടെ എല്ലാവർക്കും പ്രാരാബ്ദം കാര്യങ്ങളൊക്കെ ഉള്ളതിനാൽ അവർ ചിലപ്പോൾ കമ്പനി പകുതി ശമ്പളം തരും. അത് ചിലപ്പം ബാങ്കിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കയ്യിലൊന്നും കിട്ടത്തില്ല. അത് അപ്പോഴേ ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതിനാൽ അതങ്ങ് ബാങ്ക് റിക്കവറി ആയിരിക്കും നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ ഒരു പകുതി വെച്ച് തരുന്നത് ഒരു വർഷം. എന്നിട്ടും ഇപ്പോൾ 1 വർഷത്തെ ശമ്പളം ഇപ്പോഴും ബാലൻസ് കിടപ്പുണ്ട്. പക്ഷേ ഞങ്ങൾ ഉണ്ണി നല്ലൊരു വ്യക്തിയായിരുന്നു, നല്ല ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങൾ വൈഡ്രോയിങ് എന്ന് പറഞ്ഞ ഒരു മിഷനാണ്. ഉണ്ണിയെ മരിക്കാൻ കാരണം ഏകദേശം അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ പാക്കേജ് അത് കിട്ടിയാലുള്ള കല്യാണം നടക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അദ്ദേഹം. എന്നാൽ കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ പറഞ്ഞതിന് വിപരീതമായിട്ട് കഴിഞ്ഞ ദിവസം MD തിരുവല്ല യൂണിറ്റിൽ ചെന്നുകൊണ്ട് പാക്കേജ് തരാൻ പറ്റില്ല. 11 മാസമായി ശമ്പളമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ ഗതികേട്, അവരുടെ ദുർഗതി അത് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. 100 മനുഷ്യർ അവിടെ ഇനിയും തൊഴിലെടുക്കുന്നുണ്ട്. സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകേണ്ട വിഷയം കൂടിയാണ്. നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.